കൊല്ലത്തെ ഇന്ത്യ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെ വ്യാജ സൈബർ പ്രചരണം. കൃഷ്ണകുമാറിന്റെ കണ്ണിലെ പരിക്ക് വലത് കണ്ണിൽ നിന്നും ഇടത് കണ്ണിലേക്കായെന്ന രീതിയിലാണ് പ്രചാരണം നടക്കുന്നത്. ഇടത് സൈബർ കൂട്ടായ്മകളിലും വാട്സാപ്പിലുമാണ് വ്യാജ സന്ദേശം പ്രചരിക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഇപ്പോൾ വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിന് പരിക്കേറ്റിരുന്നു. ഈ പരിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഇത് വോട്ട് നേടാൻ വേണ്ടിയുള്ള വ്യാജ, അതായത് ഇത്തരത്തിലുള്ള പരിക്കില്ല. കാരണം വീണ്ടും ഒരു വീഡിയോയിൽ കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പരിക്ക് അത് ഇടത് കണ്ണിലേക്ക്, അതായത് ഈ പ്ലാസ്റ്റർ അത് ഇടത്തെ കണ്ണിലേക്ക് മാറി എന്ന രീതിയിലാണ് സൈബർ സഖാക്കൾ പ്രചരണം നടത്തുന്നത്. ഇത് മിറർ മോഡിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചാണ് സൈബർ സഖാക്കൾ കൃഷ്ണകുമാറിനെതിരെ പ്രചരണം നടത്തുന്നത്. അതായത് ഈ പ്ലാസ്റ്റർ മാറ്റിയതിലൂടെ കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കില്ല എന്ന രീതിയിലും അത് നടത്തുന്ന ഒരു നാടകമാണ്, വോട്ടർമാരുടെ അനുകമ്പ പിടിച്ചുപറ്റി എങ്ങനെയെങ്കിലും ഒക്കെ ജയിക്കാൻ നടത്തുന്ന ഒരു നാടകമാണ് എന്ന രീതിയിലാണ് സൈബർ സഖാക്കൾ വിവിധ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത്. വിവിധ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ക്രീൻഷോട്ട് വന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഒരു പെരിന്തൽമണ്ണയിലുള്ള ഒരു ഗ്രൂപ്പിലാണ്. അവിടെ ദേവരാജ് നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ ഐഡിയിൽ നിന്നാണ് ഇത്തരം ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ കാണുന്ന മുകളിലുള്ള ചിത്രം അണ്ണാമലയ്ക്കൊപ്പം പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന കൃഷ്ണകുമാർ, താഴെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം ഒരു വീഡിയോയിൽ വരുന്ന ഒരു സ്ക്രീൻഷോട്ടിന്റെ ഭാഗവും ചേർത്താണ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മിറർ മോഡിൽ ഷൂട്ട് ചെയ്ത വീഡിയോയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടാൽ അതൊരു പക്ഷേ നമുക്ക് ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ കണ്ണ് ഇപ്പോൾ പ്ലാസ്റ്റർ കാണുന്ന ഇടത് കണ്ണിലാണ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം വരിക. പക്ഷേ അത് മിറർ മോഡിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൂക്കുത്തി അത് കൃത്യമായി അത് ഇടത് ഭാഗത്താണ്, മൂക്കിന്റെ ഇടത് ഭാഗത്താക്കാണ് മൂക്കുത്തി കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഈ മിറർ മോഡ് എന്താണെന്ന് അറിയാവുന്ന ആളുകൾക്ക്, ഇപ്പോഴുള്ള പുതിയ സാങ്കേതിക വിദ്യയെ പറ്റി കുറച്ച് ധാരണയൊക്കെ ഉള്ള ആളുകൾക്ക് അതൊരു മിറർ മോഡിലുള്ള വീഡിയോ ആണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മറ്റുള്ളവർക്ക് അത് അങ്ങനെ കാണണമെന്നില്ല. അവർ കൃഷ്ണകുമാറിന്റെ ഈ കണ്ണിലെ പരിക്ക് അത് വ്യാജമാണെന്ന് ധരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അത്തരം ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്കൊക്കെ ഒരുങ്ങാനുള്ള ഒരു സാധ്യതയിലേക്ക് പോയിരിക്കുകയാണ് കൃഷ്ണകുമാറും അദ്ദേഹത്തിനൊപ്പം ഉള്ളവരും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൃഷ്ണകുമാർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പരാജയ ഭീതി മൂത്താണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണവുമായി സഖാക്കൾ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറയുന്നത്. നേരത്തെ തന്നെ കൃഷ്ണകുമാറിന്റെ കണ്ണിലെ പരിക്കിന് കാരണം ഇടത് പ്രവർത്തകരാണ് എന്ന രീതിയിൽ കൃഷ്ണകുമാർ നേരത്തെ പോലീസിൽ പരാതിയൊക്കെ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണവുമായി സൈബർ സഖാക്കൾ രംഗത്ത് വരുന്നത്. കൊല്ലത്ത് നിന്നും പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.